പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായ യേശു മിശിഹായുടെ നാമത്തിൽ ഏവർക്കും ശംഷാബാദ് രൂപത സാന്തോ മിഷൻ സെമിനാരിയിൽ നിന്നും സ്നേഹവന്ദനം. നവംബർ 22 പള്ളിക്കൂദാശ കാലം 3-ാം ബുധൻ. ഇന്നത്തെ വായനകൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 21 മുതൽ 28 വരെയും, കൊളോസ്യസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 22 മുതൽ 25 വരെയും. സാത്താനെ, നീ എൻ്റെ പിന്നിലേക്ക് പോകൂ, നീ എനിക്ക് തടസ്സമാണ്. കാരണം നീ ചിന്തിക്കുന്നത് ദൈവിക കാര്യങ്ങളല്ല, മാനുഷിക കാര്യങ്ങളാണ്. ദി അതർ ഈസ് ഹെൽ, അവൻ എനിക്ക് നരകമാണ് എന്ന ചിന്തയോട് ചേർന്ന് അനേകർ ഇന്ന് അവൻ എനിക്ക് തടസ്സമാണെന്ന് ചിന്തിക്കുന്നതായി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. എന്റെ നിലനിൽപ്പിനും ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും സ്വതന്ത്ര ജീവിതത്തിനും ഗമനത്തിനും അവരൻ തടസ്സമാകുന്നത് പോലെ. അതിൽ തീർച്ചയായും ഏറ്റവും അടുത്ത ബന്ധങ്ങളുണ്ട്, കുടുംബ ബന്ധങ്ങളും ഉറ്റ സുഹൃബന്ധങ്ങളും അടക്കം. ഒരുപക്ഷെ ഈ ചിന്താഗതിയുടെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ഇന്നത്തെ ക്രിസ്തുവചനം വായിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ തെറ്റുപറ്റാനിടയുണ്ട്. കാരണം ഈശോയും പത്രോസോട് പറയുന്നത് മറ്റൊന്നല്ലല്ലോ, സാത്താനെ, നീ എൻ്റെ പിന്നിലേക്ക് പോകൂ, നീ എനിക്ക് തടസ്സമാണ്, നീ എനിക്ക് തടസ്സമാണ്. പക്ഷെ പത്രോസ് തടസ്സമാകാൻ കാരണം ഈശോയുടെ വ്യക്തിപരമായ സ്വാർത്ഥപരമായ താല്പര്യങ്ങളല്ല, മറിച്ച് പത്രോസിന്റെ ചിന്ത തീർത്തും മാനുഷികമായതുകൊണ്ടാണ്, സ്വാർത്ഥപരമായതുകൊണ്ടാണ്. എന്റെ സ്വാർത്ഥതയുടെ വഴിയിൽ അവൻ എനിക്ക് എന്റെ സുഖ സൗകര്യങ്ങൾക്ക് തടസ്സമാകുന്നതിനെ കുറിച്ചല്ല പ്രഥമത ഇന്നത്തെ സുവിശേഷം പങ്കുവെക്കുന്നത്. പകരം ദൈവിക വഴി പദ്ധതിയിൽ അവൻ എൻ്റെ പ്രിയ ശിഷ്യനായാൽ പോലും എനിക്ക് തടസ്സമാകുന്നതിനെ തിരിച്ചറിയുകയും മാറ്റി നിർത്തേണ്ടതിനെ കുറിച്ചുമാണ്. അപ്പോൾ ഉപകാരമില്ലാത്തതിനെയും ഉപയോഗശൂന്യമായതിനെയും ഒഴിവാക്കുന്നതിനെ കുറിച്ചല്ല, പകരം ഉപകാരമുള്ളവനായാൽ പോലും നിത്യജീവന്റെ വഴിയിൽ തടസ്സമാണെങ്കിൽ മാറ്റി നിർത്തുന്നതിനെ കുറിച്ചാണ്. കാരണം ലേഖന ഭാഗത്ത് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ നാം എന്തു തന്നെ ചെയ്താലും മനുഷ്യനെയല്ല കർത്താവിനെ സേവിക്കുന്നത് പോലെ പൂർണ്ണ മനസ്സോടെ ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ്. അവിടെ നമ്മുടെ സ്വാർത്ഥ താല്പര്യമോ മനുഷ്യപ്രീതിയോ അല്ല പ്രധാനം, ദൈവഹിതം അറിഞ്ഞ് നിറവേറ്റലാണ്. തന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി പിതാവിനെ മഹത്വപ്പെടുത്തിയ യേശുമിശിഹായുടെ വിശുദ്ധയാഗത്തിൽ പങ്കാളികളാകുന്ന നമുക്ക് ദൈവിക വഴികളിലെ വഴിമുടക്കികളാകാതിരിക്കാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.